ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും കൂടെ പിരിയാൻ പറ്റാത്തതുകൊണ്ടാണ് ഉമ്മ എന്നോട് ക്ഷമിക്കണം. ഉമ്മയോട് എന്താ പറയാനുള്ളത്? എനിക്ക് ഉമ്മാന്റെ മോനായ ആശിനെ വിട്ടു പോകാൻ പറ്റൂല. ഉമ്മ അത് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും കാലത്ത് ഉമ്മക്ക് അത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്, എന്നെ ഉമ്മ സ്വീകരിക്കുന്ന ഞാൻ വിചാരിക്കുന്നത്. ഉമ്മക്ക് നല്ലൊരു മരുവള തന്നെ ആയിരിക്കും ഞാൻ. ജാസി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ആ ഉമ്മാക്ക് വേണ്ടതേ ഒരു മരുമകളെയാണ്, അല്ലാണ്ട് ഒരു മരുമോനെ അല്ല. അത് ആദ്യം നീ മനസ്സിലാക്കണം. ഈ ജാസി ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുത്തു. ഇത് ആണും പെണ്ണും കെട്ടാനല്ലേ, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. ഇനി അത് എന്ത് പ്രശ്നം വന്നാലും അവന്റെ കൂടെ ജീവിക്കണം. എനിക്ക് രണ്ടു ഭാഗത്തും പൊരുത്തല്ലാത്ത കാര്യം ഞാൻ വിടുകയല്ലത്. എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ മോനെ എന്റെ കയ്യിലെത്തണം. അതാണ് എന്റെ ലക്ഷ്യം. ഒന്നും വേണ്ട, എന്റെ കുട്ടി ഇങ്ങോട്ട് വന്നു കിട്ടിയാൽ മതി. എനിക്കൊന്നും അവന്റെ ആഗ്രഹിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇമാതിരി വിഷയത്തിലൊന്നും തലയിടാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. എന്നിട്ടും ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം ആ ആശിയുടെ ഉമ്മയുടെ അവസ്ഥ ഓർത്തോണ്ട് മാത്രം. ആശി, എനിക്ക് നിന്നോടാണ് പറയാനുള്ളത്. ആ ഉമ്മയുടെ കണ്ണീരിന്റെ ശാപം നീ എവിടെ കൊണ്ടുപോയി വെച്ച് തീർക്കും? നിന്നെ പ്രസവിച്ച് നിന്നെ വളർത്തി വലുതാക്കി നിന്റെ ഉമ്മയേക്കാൾ വലുതാണോ നിനക്ക് ഇന്നലെ കയറി വന്ന ഒരുത്തൻ? നിന്റെ കുടുംബം, നിന്റെ സഹോദരങ്ങൾ, അവരുടെ മക്കള് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ അപഹാസ്യരായി നിൽക്കുന്നത് നീ കാണുന്നില്ലേ? ഇതിലൊന്നും നിനക്ക് ഒരു സങ്കടവും ഇല്ലേ? നീ കാരണം ആ പാവ ഉമ്മ സമൂഹത്തിന്റെ മുമ്പിൽ തല കുനിച്ചല്ലേടാ നടക്കണത്. സ്വന്തം മക്കളെ നഷ്ടപ്പെടുന്ന വേദന ഉണ്ടല്ലോ, മാതാപിതാക്കൾക്ക് മാത്രം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഈ മകൻ കാരണം ആ ഉമ്മ എന്തോരം വേദന അനുഭവിക്കുന്നുണ്ട്. നിനക്ക് വിവരവും ബുദ്ധിയും വിദ്യാഭ്യാസമൊക്കെ ഉള്ള മനുഷ്യനല്ലേ ചങ്ങായി? നീ ഒന്ന് ചിന്തിച്ചു നോക്കും. ഈ പാവ ഉമ്മാന്റെയൊക്കെ മനസ്സൊക്കെ വേദനിപ്പിച്ചിട്ട് നീ എങ്ങനെ സുഖത്തോടെ ജീവിക്കും? ഒരിക്കലും നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള മക്കൾക്കും മാതാപിതാക്കൾക്കും ഇങ്ങനൊരു അവസ്ഥയൊന്നും വരല്ലേ എന്നാണ് പ്രാർത്ഥന. ഈ വീഡിയോ കാണുന്ന നിങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളത് സത്യസന്ധമായിട്ട് പറ. സ്വന്തം മകന് വേണ്ടി പോരാടുന്ന ഈ പാവം ഉമ്മയുടെ പക്ഷത്താണോ നിങ്ങളുള്ളത്? അല്ലെങ്കിൽ പാർട്ട്ണറെ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത ജാസിയുടെ കൂടെയാണ്? അതെന്താണെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാം. ഈ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് ചിലപ്പോൾ കമന്റിലൂടെ വരുമായിരിക്കും, നിനക്ക് നിന്റെ കുടുംബത്തിലെ കാര്യം തിരക്കിയാൽ പോരെന്ന് ചോദിച്ചിട്ട്. എന്റെ കുടുംബത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കാറില്ല. പിന്നെ ഇത് പൊതുസമൂഹത്തിൽ നടക്കുന്ന കാര്യം ആയതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് എന്റെ കുടുംബത്തും എനിക്ക് പരിചയമുള്ള കുടുംബത്തൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. ഇത് ഞാൻ കണ്ടിട്ടുമില്ല. ഇത് സമൂഹത്തിൽ വന്നു ഞാൻ പറഞ്ഞു. അതിന് എന്നെ പൊങ്കാലിടാനായിട്ട് ആരും വരണ്ട.